ദേവസ്വം ഭഗവതി ക്ഷേത്രത്തിന് മുന്നിലാണ്. അവിടെ നിന്ന് ഇന്ന് പലതോട് അമ്പലത്തിന് സൈഡിലൂടെയുള്ള ചെറിയ റോഡിലൂടെ ഒരു 200 മീറ്റർ മുന്നോട്ട് ചെന്നാൽ അവിടെ റോഡ് അവസാനിക്കുകയും നമ്മുടെ മനോഹരമായൊരു ദൃശ്യത്തിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിച്ചേരുക. കായൽ വന്ന് കടലിലേക്ക് ലയിക്കുന്ന മനോഹരമായ ദൃശ്യം. എത്ര കണ്ടാലും മതിവരാത്ത, നമ്മൾ നോക്കി നിന്നു പോകുന്ന സുന്ദര നിമിഷങ്ങളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ, അതായത് കൊല്ലം ജില്ല മൊത്തത്തിലെടുക്കുകയാണെങ്കിൽ തന്നെ ഇത്രയും മത്സ്യസമ്പത്തുള്ള ഒരു ദേശം ലോകത്ത് മറ്റെങ്ങും കാണില്ല എന്നാണ് തന്നെ പറയുന്നത്. നമ്മുടെ പ്രിയങ്കരനായ മമ്മൂട്ടി ഒരിക്കൽ പറഞ്ഞതുപോലെ, കൊല്ലം ഒരു വളരെ വ്യത്യസ്തമായ ജനസമൂഹമുള്ള സ്ഥലമാണ്. കൊല്ലത്തില്ലാത്തതൊന്നുമില്ല. ഞാൻ ഹോട്ടലിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ ഇവിടുത്തെ മത്സ്യസമ്പത്തിനെ പറ്റി പറയുന്നത്, ഇത്രയും നല്ല മീൻ കിട്ടുന്നത് ഞങ്ങളുടെ നാട്ടിലാണെന്നായിരുന്നു എൻ്റെ ധാരണ. ഞാൻ ഈ അടുത്ത കാലത്ത് ഷൂട്ടിംഗ് വന്നപ്പോൾ അവിടെ ഈ ഹോട്ടലിൽ ഏറ്റവും നല്ല മീൻ കിട്ടുന്നത് ഇവിടെ തന്നെയാണ്. കൊല്ലം എല്ലാം കൊണ്ടും സമ്പുഷ്ടവും സമ്പന്നവും, നല്ല മനുഷ്യരെ കൊണ്ട് സമ്പന്നമാണ്, നല്ല പ്രകൃതി സമ്പത്തുമാണ് സമ്പന്നമാണ്. കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട. അത്രയേറെ പ്രകൃതി അരിഞ്ഞു നൽകിയ മത്സ്യസമ്പത്തുള്ള നമ്മുടെ ഈ ദേശത്തെ നമ്മളിൽ പലരും വേണ്ട വിധം ആ സ്ഥലങ്ങളൊന്നും കാണുകയോ അത് ആസ്വദിക്കാൻ പോകുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയല്ലേ വാസ്തവം. നോക്കൂ, ആ പാലത്തിന് അടിയിലൂടെ ആ കായലിലെ ജലം ഒഴുകി കടലിലേക്ക് ലയിക്കുന്ന ആ മനോഹര ദൃശ്യം ആസ്വദിക്കുന്നു. ഇവിടെ വന്നിട്ടില്ലാത്തവർ ഒരിക്കലെങ്കിലും ഈ സ്ഥലങ്ങളും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഇതേപോലുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇതെല്ലാം കണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ കാണി അവരുടെ ഒരു ദിവസം ഉല്ലാസകരമാക്കാൻ ഇതൊക്കെ തന്നെ ധാരാളം. ഈ മീൻ പിടിക്കുന്ന ഭാഗമെന്ന് പറയുന്നത് കടലും കായലും കൂടെ സംഗമിക്കുന്ന സ്ഥലം. ഇവിടെ ഒരു വ്യത്യസ്ത അനുഭവമാണ്. ഇവിടെ ഈ മീൻ പിടിച്ച് ഉപജീവന മാർഗമാക്കിയേക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കായലിലെ മത്സ്യങ്ങൾക്ക് കടലിൽ ആ വെള്ളത്തിൽ അങ്ങോട്ട് ചെന്ന് അവിടെ ജീവിക്കാനും പറ്റില്ല. കടൽ മത്സ്യങ്ങൾക്ക് ഈ കായൽ വെള്ളത്തിൽ ജീവിക്കാൻ പറ്റില്ല. ഉപ്പ് വെള്ളത്തിൽ ജീവിക്കുന്ന മത്സ്യങ്ങൾക്ക് ഇങ്ങോട്ടും കയറാൻ പറ്റില്ല. അവർക്ക് അബദ്ധം പണയുന്നൊരു ഭാഗമാണിത്. ഇങ്ങോട്ട് വന്ന് കയറുമ്പോൾ അബദ്ധം പണഞ്ഞ് തിരിച്ചിറങ്ങുന്ന വഴിക്ക് അവർ ഈ ചൂണ്ടയിട്ട് നിൽക്കുന്നവരിട്ടേക്കുന്ന ഇരകളിൽ കൊത്തുകയും ഇവിടെ നിന്ന് കടൽ മത്സ്യങ്ങളും കായൽ മത്സ്യങ്ങളും ഒരുപോലെ ലഭിക്കുന്നൊരു സ്ഥലമാണ്. അവർക്കതിൽ അയിലയും ചാളയും പുയ്യാപ്പിളക്കോരയും ഒക്കെ കടൽ മത്സ്യങ്ങളും കായൽ മത്സ്യങ്ങളും എല്ലാം ആ ചൂണ്ടയിൽ കുരുക്കുന്ന ഒരു സംഗമ സ്ഥലമാണത്. ഈ കടൽ മത്സ്യങ്ങളിൽപ്പെടുന്ന ഈലെന്ന് പറയുന്ന പാമ്പിനെ പോലിരിക്കുന്ന ആ ഒരു മത്സ്യം മാത്രമേ കായലിൽ ഈ വെള്ളത്തിലോട്ട് പ്രവേശിക്കുകയുള്ളൂ. അതും അതിൻ്റെ പ്രജനന സമയത്ത് മുട്ട ഇട്ട് ഇടാനായിട്ട് ഈ കായൽ വെള്ളത്തിലാണ് കയറുന്നത്. അത് ഈലെന്ന് പറയുന്നൊരു മത്സ്യത്തിൻ്റെ സവിശേഷതയാണ്. അത് ഇവിടെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് ഏകദേശം ഒരു വളർച്ച എത്തിയതിന് ശേഷം മാത്രമാണ് അവ വീണ്ടും കടലിലേക്ക് പ്രവേശിക്കുന്നത്. അതാണ് നമുക്ക് പലപ്പോഴും വലിയൊരു പാമ്പിനെ പോലെ പൊളയുന്ന മത്സ്യത്തെ ലഭിക്കുന്നത്, കടൽ മത്സ്യം. അങ്ങനെയാണ് ഈ കായലിലും ആറ്റുവശത്തും നമ്മുടെ തോടുകളിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കാനിടയാകുന്നത്. എത്ര കണ്ടാലും മതിവരാത്ത പുഴിക്കര മുറിയിൽ നിന്നും അങ്ങനെ നമ്മൾ തീരദേശ റോഡ് ലക്ഷ്യമാക്കി വീണ്ടും നീങ്ങുകയാണ്. അങ്ങനെ നമ്മൾ പുഴി മുറിയുന്ന ഭാഗത്തു നിന്നും തീരദേശ റോഡിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പുഴിക്കര നിന്നും കൊല്ലത്തേക്ക് പോകുന്ന തീരദേശ റോഡാണിത്. ഇത് 1 വർഷത്തോളമായി പൊട്ടിപ്പൊളിഞ്ഞ് താറുമാറായി കിടക്കുകയായിരുന്നു. ഏകദേശം ഒരാഴ്ചയായതേ ഉള്ളൂ ടാറിങ്ങൊക്കെ ചെയ്ത് ഗതാഗതയോഗ്യമായി തീർന്നിട്ട്. നമ്മൾ മാലാക്കായലിൻ്റെ സുന്ദര ദൃശ്യങ്ങളിലേക്കാണ് ആ പാലത്തിനരികിലേക്ക് എത്തുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ടേയുള്ള പഴയ ഇടുങ്ങിയ പാലമായതുകൊണ്ട് ഒരു സൈഡിൽ നിന്ന് വരുന്ന വണ്ടിക്ക് നിർത്തിക്കൊടുത്ത് അത് പോയതിന് ശേഷം മാത്രമേ വലിയ വണ്ടികൾ വീണ്ടും അപ്പുറത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ.
നോക്കൂ, നമ്മുടെ തോട്ടിലെയും ആറിലെയും പുഴകളിലെയും ഈ തിക്കര ആറിലെയും എല്ലാം 1% ജലം, ഒരു ഭാഗത്തുള്ള ജലം എല്ലാം ഈ മാലാക്കായൽ വഴി കടലിലേക്ക് എത്തിച്ചേരുന്നൊരു ഭാഗം കൂടിയാണ്. നമ്മൾ നേരത്തെ കണ്ട പൊഴി മുറിയുന്ന കടലും കായലും കൂടി സംഗമിക്കുന്ന സ്ഥലത്തിനോട് ചേർന്നുള്ള പാലമാണിത്. ഇവിടെ നോക്കുമ്പോൾ ആ സ്ഥലം ഭംഗിയായി കാണാം. നോക്കൂ, ഈ കായലിലെ ജലം കടലിലേക്ക് എത്തിപ്പെടുന്നു. നമ്മൾ നേരത്തെ നിന്ന് ആ മീൻ ചൂണ്ടയിടുന്ന ഭാഗമൊക്കെ കണ്ട സ്ഥലമാണിത്. ഈ ജലങ്ങളെല്ലാം ഒഴുകി കടലിലേക്ക് ലയിക്കുകയാണ്. ആറ്റുമീനായാലും തോട്ടുമീനായാലും പുഴമീനായാലും കടൽ മീനായാലും എല്ലാം സുലഭമായി ലഭിക്കുന്ന ഒരേ ഒരു ജില്ല കേരളത്തിലെ നല്ല ലോകത്തിലെ തന്നെ നമ്മുടെ കൊല്ലം ജില്ലയായി. നോക്കൂ, കായലിലെ ജലം കടലിലേക്ക് ചെന്ന് പതിക്കുന്ന, കടലിലേക്ക് ലയിക്കുന്ന മനോഹര ദൃശ്യം ആസ്വദിക്കാൻ പറ്റുന്നവർക്ക് ഇതെല്ലാം നല്ല മനോഹരങ്ങളായ കാഴ്ചകൾ തന്നെയാണ്. കായലിന് നടുവിലൂടെയുള്ള പാലത്തിലൂടെ ട്രെയിൻ പോകുന്ന മനോഹരമായ ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര കുത്തൊഴുകിയാണ് ജലം വരുന്നതെന്ന് നോക്കൂ. ആറ്റിലെയും തോട്ടിലെയും എല്ലാം ജലം മാലാക്കായൽ വഴി കടലിലേക്ക് പതിക്കുന്ന സംഗമ സ്ഥലമാണ് പരവൂർ പൊഴി. ആ പൊഴി മുറിയുന്ന, ഒരുപക്ഷെ ഈ സ്ഥലത്തിന് പൊഴിക്കര എന്ന പേര് വരാൻ തന്നെ കാരണം ഈ പൊഴി, ഒന്നിലധികം പൊഴികൾ കായലിൻ്റെ വെള്ളം വന്ന് കടലിലേക്ക് ചേരുന്ന സ്ഥലങ്ങളുള്ളത് മൂലമായിരിക്കാം പൊഴിക്കര എന്ന പേര് വരാൻ തന്നെ കാരണം. നമ്മൾ വീണ്ടും കാഴ്ചകൾ കണ്ട് വീണ്ടും കടലും കായലും, റോഡിന് ഒരു വശം കായലും ഒരു വശം കടലിലേക്കും തുടങ്ങുന്ന മനോഹരമായ ദൃശ്യവിരുന്നൊരുക്കുന്ന സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ എത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്തിറങ്ങിയ ബേസിൽ ജോസഫിൻ്റെ പൊന്മാൻ സിനിമയടക്കം നിരവധി സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനുകൾ കൂടിയാണ് ഈ കാണുന്ന തീരങ്ങളെല്ലാം. നിരവധി സീരിയലുകാരും തമിഴ് സീരിയലും ഒക്കെ നിരവധി ചിത്രീകരണം നടക്കുന്നത് പലപ്പോഴായിട്ട് ഇവിടെ കാണാം. ഇതൊക്കെ പരവൂർ മുനിസിപ്പാലിറ്റീൻ്റെ കീഴിൽ വരുന്ന സ്ഥലങ്ങളാണ്. കുറച്ചുകൂടി മുന്നോട്ട് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മയ്യനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ സ്ഥലങ്ങൾ തുടങ്ങുകയായി. ഇവിടെ ഒരു ഉച്ച സമയത്ത് ഈ ഏരിയയിൽ കൂടി നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ നല്ല പിടയ്ക്കുന്ന അയില, മത്തി, ചുവപ്പൻകൂര, അങ്ങനെ ഇവർ വലയിട്ട് പിടിക്കുന്ന, ചൂണ്ടായി പിടിക്കുന്നതൊക്കെ നല്ല പിടയ്ക്കുന്ന മീൻ. ഉച്ച സമയങ്ങളിൽ അത് വാങ്ങാനും നിരവധി ആൾക്കാരാണ്. ജീവനോടെ പിടയ്ക്കുന്ന മത്തിയെയും അയിലയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഈ സ്ഥലത്തേക്ക് എത്തിയാൽ മതി. മിക്കപ്പോഴും അത് ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമാണ് അത് എപ്പോഴും ലഭ്യമാകുന്നത്. കായലും ഒരു സൈഡ് കടലുമായിട്ട് നീണ്ടു നിവർന്നുണ്ട്. കൊല്ലം വരെ ഏകദേശം ഇതേ ദൃശ്യവിരുന്നാണ് നമുക്ക് ഈ തീരത്തൂടി പോകുന്നവർക്ക് നിൽക്കുന്നത്. തീരദേശ റോഡ് കൊല്ലം തുടങ്ങി തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ ആറ്റിങ്ങൽ കഴിഞ്ഞാൽ തുടങ്ങുകയായി. ആലങ്കോടുന്ന് തിരിഞ്ഞ് ചിറയൻകീഴ്, അഞ്ചലങ്ങൾ വഴി വരുന്ന അവിടെയും മനോഹരമായ ദൃശ്യങ്ങൾ കണ്ട് നമുക്ക് ഈ തീരദേശ റോഡ് അവിടെ നിന്നാണ് തുടങ്ങി കൊല്ലത്ത് അവസാനിക്കുന്നത്. അതുവഴി വന്നു കഴിഞ്ഞാൽ ഒരിക്കലെങ്കിലും തിരുവനന്തപുരത്തുനിന്ന് കൊല്ലത്തേക്ക് വരുന്ന ആൾക്കാർ ഈ തീരദേശ റോഡ് പിടിച്ചു കഴിഞ്ഞാൽ ഈ ദൃശ്യചാരുതയും കണ്ട് കൊല്ലം ചിന്നക്കടയിൽ വന്ന് കയറാവും.
പോലീസും ബഹളവും ഏതൊക്കെയോ ഉദ്യോഗസ്ഥരുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നു. 4-5 ദിവസം മുന്നേ കൊച്ചി കായലിൽ മുങ്ങിയ കപ്പലിൻ്റെ കണ്ടെയ്നറുകൾ ഇതിൻ്റെ ദാദി ഭാഗത്ത് പലയിടത്തും അടിഞ്ഞിരിക്കുന്നതിനാൽ അത് കാണാനുമുള്ള തിരക്ക് നല്ലപോലെ ഈ ഭാഗങ്ങളിൽ അത് കാണാനായിട്ട് പോയി വരുന്ന ആൾക്കാരും നിരവധിയാണ്. കണ്ടെയ്നറുകളിൽ ഒലിച്ചിറങ്ങിയ ഏതോ ലയനി മൂലമാണ് ഇപ്പോൾ ഈ കടൽ തിരക്ക് പാത കൂടുതലാണെന്നും നാട്ടുകാർ പറയും. നാട്ടുകാരെന്ന് പറഞ്ഞാൽ നമ്മളും നാട്ടുകാർ തന്നെയാണ്. ഇതിൻ്റെ കൂടെയുള്ള ആൾക്കാർ പാത കൂടുതൽ കണ്ടെയ്നർ അടിച്ചതിന് ശേഷമാണെന്നാണ് പറയപ്പെടുന്നത്. സമയം വൈകിയതിനാൽ കണ്ടെയ്നർ ഭാഗത്തേക്കൊന്നും പോകണം നടന്നില്ല. ജാതി ഭാഗത്ത് തൊട്ടപ്പുറത്ത് തന്നെയാണ് കണ്ടെയ്നർ വന്ന് നടക്കുന്നത്. അവിടെ ഒരുപാട് ആൾക്കാർ അത് കാണാനും വീഡിയോ ഷൂട്ട് ചെയ്യാനും ഒക്കെ ആയിരുന്നു. സായാഹ്നങ്ങൾ ചെലവിടാൻ ഏറ്റവും മനോഹരമായ സ്ഥലമാണ്. ആനയെയും കടലിനെയും കണ്ടാൽ എത്ര കണ്ടാലും മതിയാവില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. കടൽ കിട്ടുന്നില്ല. ഈ റോഡ് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ട് ഏകദേശം ഒരാഴ്ചയാകുന്നതേ ഉള്ളൂ. അതിൻ്റേതായ ഒരു തിരക്കും ഈ ഭാഗത്ത് കാണപ്പെടുന്നു. जनजीवित फलधान्य संपन्न भूमि इद श्याम सुंदर गिरगिरार सुंदर गिरगिरार श्याम सुंदर गिरगिरार जनजीवित फलधान्य संपन्न श्याम सुंदर गिरगिरार भूमि मानवको समत നൽകിയ മാബലി തൻ ഭൂമി മധുരമഹിത ലളിത കലകൾ വിരിയും
ഫലധാന്യ സമ്പന്ന ഭൂമി ഇത് ശ്യാമസുന്ദര കിരകിരാര ഭൂമി. അങ്ങനെ നമ്മൾ തീരദേശ ഭാഗത്ത് നിന്നും കാപ്പിൽ കടപ്പുറത്തേക്ക് നീങ്ങുകയാണ്. കൊല്ലത്തിൻ്റെ കാണാ കാഴ്ചകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. ചുറ്റുവട്ട കാഴ്ചകളുമായി വീണ്ടും എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. ഓക്കെ, താങ്ക് യു. Beep, beep.